മറ്റൊരു മാധ്യമത്തിനോട് സംസാരിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു അധികാരമോഹി, സ്ഥാനമോഹി എന്നൊക്കെയുള്ള പദങ്ങൾ കേട്ടുമടുത്തു. വൈകാരികമായിട്ടാണ് താങ്കൾ പറഞ്ഞത്. അതുകൊണ്ട് ഇനി അടുത്തൊന്നും തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല, മത്സര രംഗത്തേക്കില്ല എന്ന്. അത് പറഞ്ഞ അല്പം കഴിഞ്ഞപ്പോൾ തന്നെ AKG സെന്ററിന് മുന്നിൽ AK ബാലൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, കേരളത്തിന്റെ ഇടത് രാഷ്ട്രീയ നഭസിൽ ഒരു നക്ഷത്രമാക്കി ഡോക്ടർ സരിനെ മാറ്റുമെന്ന്. അപ്പോൾ അതിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ടല്ലോ. CPM ആലോചിക്കുന്നത് താങ്കളെ മത്സര രംഗത്ത് നിർത്തി സ്ഥാനങ്ങൾ നൽകി താങ്കളെ ശരിയായ രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യും എന്ന് ഉറപ്പിക്കാനാണ്. AK ബാലന്റെ വാക്കുകളിൽ അതാണ് ഉണ്ടായത്. അപ്പോൾ അത് സ്വീകരിക്കില്ല എന്നത് ഒരു ഉറച്ച മനസ്സിൽ നിന്ന വാക്കുകളാണോ ഡോക്ടർ സരിൻ? ഞാൻ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായ ആഗ്രഹങ്ങൾ സ്ഥാനങ്ങളെ മുൻനിർത്തിയല്ല ഉള്ളത്. വ്യക്തിപരമായ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അത് നാലാളിലേക്ക് നമ്മുടെ രാഷ്ട്രീയത്തെ ചെന്ന് എത്തിക്കണം, അവരുടെ ഇടയിൽ നിലയുറപ്പിക്കണം, പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ, വെറുതെ ഇരിക്കാൻ മനസ്സില്ല. ഇതൊക്കെയാണ് എൻ്റെ വ്യക്തി താല്പര്യങ്ങൾ. നോക്കൂ, ഞാനൊരു ജോലി ഉപേക്ഷിച്ച് വന്നതും എൻ്റെ ഈ പ്രായത്തിലും വളരെ താല്പര്യപൂർവ്വം എൻ്റെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടോ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടോ മാറ്റിവെച്ച് പൊളിറ്റിക്സ് പറയുന്നതും നാളെ ഒരു സരിൻ മാത്രമല്ല പല സരിൻ ഉണ്ടാകണം. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് നിരാശയോടുകൂടി മാറി നിൽക്കേണ്ടവരല്ല തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്ന, പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്ന ഏത് തരത്തിലുള്ള ആളുകളും എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു പാഠം എൻ്റെ ജീവിതത്തിലൂടെ പകർന്നു നൽകണം എന്നുള്ളത് കൊണ്ടാണ്. ഒരു സംശയവുമില്ലാതെ ഞാൻ അത് ആവർത്തിക്കുകയും ചെയ്യുകയാണ്. എന്നെ ഉപയോഗപ്പെടുത്താനും അതുപോലെ തന്നെ എന്നെ പാകപ്പെടുത്താനും എൻ്റെ പാർട്ടിയുണ്ട്. എൻ്റെ പാർട്ടിക്ക് അത് വളരെ കൃത്യമായി അറിയും എന്നുള്ളൊരു ബോധ്യവും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഒരു സ്പേസിലൂടെ സരിൻ പറയുന്ന കാര്യങ്ങൾ ഇടതുപക്ഷത്തിന്റെ പ്രചാരത്തിന് ഒരു മുഖമായി മാറാൻ സരിന് കൂടുതൽ സാധിക്കുക എന്നുള്ള വിലയിരുത്തലിൽ അവരെത്തുമ്പോൾ അതിനോടൊപ്പം ഞാൻ നിൽക്കും. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകുമെന്നും പറയാനുള്ളതൊക്കെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞ് ആളുകളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനുള്ള സ്പേസുകൾ തേടിക്കൊണ്ട് തന്നെയായിരിക്കും രാഷ്ട്രീയം പറയുക എന്നുള്ളതുമാണ്. അതിന് തെരഞ്ഞെടുപ്പ് വിജയങ്ങളും മാത്രമല്ല വഴി എന്ന് കൃത്യമായ ബോധ്യമുള്ള പാർട്ടിയാണ് CPM-ന്റെ സംഘടനാ മെഷീനറി തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സംഘടനയിലുള്ള ഭാരവാഹിത്വങ്ങളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടുകൂടി നിൽക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. അതിനും അപ്പുറം ഒന്നുമല്ല ഒരു പാർലമെന്ററി മോഹവും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചതും ആ പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായവുമാണ്. ഒരാൾക്ക് പോലും പാർലമെന്ററി വ്യാമോഹത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു എന്താ പറയുക ആളായിട്ട് വേണം രാഷ്ട്രീയത്തിൽ വരാൻ എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. രാഷ്ട്രീയത്തിൽ വരേണ്ടത് അതിനല്ല. നമ്മൾ പറയുന്നത് കേൾക്കാൻ ആളുണ്ടാവണമെങ്കിൽ, നമ്മൾ പറയുന്നത് അവർക്ക് ബോധ്യം വരുന്ന കാര്യങ്ങളാകണമെങ്കിൽ മിനിമം നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാകണം. ആ കൺവിക്ഷൻ ലെവൽ അവനവൻ അറ്റൈൻ ചെയ്യാൻ പറ്റാതെ ഏത് രാഷ്ട്രീയം പറഞ്ഞാലും അത് അധികാരത്തിന് വേണ്ടി, സ്ഥാനങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായി പിന്നീട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതിലും തർക്കമില്ല.